ഞാനൊരു കാർഷിക കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. എൻ്റെ അച്ഛൻ നല്ലൊരു കർഷകനായിരുന്നു. അച്ഛനും അമ്മയും 3 കുട്ടികളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. ഒരു വലിയ കാലവർഷം എനിക്കൊരു 12 വയസ്സുള്ളപ്പോൾ ഉണ്ടാവുകയും എൻ്റെ വീടിരുന്ന ഭാഗമെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയി. ഞങ്ങളുടെ ആ വർഷത്തെ എല്ലാ ആദായവും ഉരുള് പൊട്ടി മുഴുവൻ വീട് സഹിതം പോവുകയും അതുപോലെ തന്നെ എൻ്റെ വസ്ത്രമല്ലാതെ ബാക്കിയൊന്നും എനിക്ക് കിട്ടിയില്ല. വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ അപ്പം ഞങ്ങൾ കൈവിടാതിരുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയും ദൈവത്തോടുള്ള ആശ്രയവും ഞങ്ങളിത് കൈവിട്ടില്ല. കാരണം നമ്മൾ ഏതൊക്കെ പ്രതിസന്ധിയോടെ തരണം ചെയ്തു പോകുന്ന ആളാണെങ്കിലും നമ്മൾ പ്രതീക്ഷകൾ ദൈവത്തെ മുറുകി പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അതിനെ എത്രത്തോളം ഹാപ്പിയായിട്ട് ഓവർകം ചെയ്യുക എന്നുള്ളൊരു പാഠമാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എനിക്കൊരു സ്വീനിഷ് പക്ഷിയെ പോലെ പല കാര്യങ്ങളും ദൈവാനുഭവത്താൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ബൈബിൾ വചനമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവന് ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ഇന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ ആലയമാണ് ശരീരം എന്ന് പറയുന്നത്. പക്ഷേ ദൈവവുമായിട്ട് നമുക്കൊരു കടപ്പാടുണ്ട്, ശരീരം സംരക്ഷിക്കുക എന്നുള്ളൊരു കടപ്പാട്. അതെൻ്റെ വല്യച്ഛൻ വഴിയാണ് എനിക്ക് അറിയാനായിട്ട് പറ്റുക. അദ്ദേഹം ഒരു മാർഷൽ ആർട്സ് മർമ്മ കളരിയിലെ വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മൾ ശരീരം എത്രമാത്രം സംരക്ഷിക്കപ്പെടുന്നുണ്ട്, ദൈവത്തിൻ്റെ പോസിറ്റീവ് എനർജി നമ്മളെ വസിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് നമ്മുടെ യുവാക്കൾക്ക് ഇന്ന് അറിയുന്നില്ല. അപ്പോൾ നമ്മൾ അത് കെമിക്കൽ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ്സിന് അഡിക്റ്റായോ മറ്റ് കെമിക്കൽ പദാർത്ഥങ്ങൾ കഴിച്ചോ കളയേണ്ട ഒരു സാധനമല്ല. ആ ഒരു സന്ദേശം, ദൈവത്തിൻ്റെ ആലയമാകുന്ന ശരീരം സംരക്ഷിക്കുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്. കാശിന് പുറകെയോ മറ്റുള്ള കാര്യത്തിന് വേണ്ടിയോ നമ്മൾ ഓടിപ്പോകാതെ മനസാന്നിധ്യം വിടാതെ സന്തോഷമായിട്ടിരുന്ന് നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാനും നമ്മളെ സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കാനുമായിട്ടുള്ള ഒരു വലിയ സന്ദേശം, അതാണ് എൻ്റെ പ്രോഗ്രാമിൽ കൂടെയൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ശരീരം സംരക്ഷിക്കുന്നതിനായിട്ട്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റിയെ വർദ്ധിപ്പിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനോബലം, അതായത് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്. അതിൻ്റെ അകത്ത് നമ്മുടെ ദേഷ്യം, വിദ്വേഷം, പക എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതിനെയൊക്കെ നിയന്ത്രിക്കാനും ഹാപ്പിനെസ് ആയിട്ടിരിക്കാനും പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്ന് പറയും നമ്മൾ പറയുമ്പോൾ. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അത് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ജലപാനമാണ്. കറക്റ്റ് സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ള വലിയ സന്ദേശം. നമ്മുടെ ശരീരത്തിൻ്റെ അനാട്ടമി അനുസരിച്ചിട്ട്, ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ അനാട്ടമി അനുസരിച്ചിട്ടുള്ള ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പം മസിൽ സ്ട്രെങ്ത് മാത്രമല്ല, ഒരു മനുഷ്യന് ഏതൊക്കെ കഴിവുകൾ, ഏതൊക്കെ ടാലൻറ്റുകൾ ഉണ്ടെങ്കിലും ആ ടാലൻറ്റുകളൊക്കെ പോളിഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ശരീരം ശ്രദ്ധിക്കണമെന്നുള്ള അടിസ്ഥാനം. എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും എനിക്ക് അത്ഭുതം എന്ന് തോന്നുന്നു, നമ്മൾ ശരീരം സംരക്ഷിക്കുകയാണെങ്കിൽ പല അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റും. 10 ടൺ വരുന്ന KSRTC ബസ് കടിച്ചു വലിച്ച് ഏഷ്യൻ റെക്കോർഡും അമേരിക്കൻ റെക്കോർഡും ഇടുക. ഏതാണ്ട് 15ഓളം റെക്കോർഡുകൾ എനിക്ക് ഇടാനായിട്ട് സാധിച്ചു. എൻ്റെ രാജ്യത്തിന് അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് 1 മിനിറ്റിൽ താഴെ ഏതാണ്ട് 47 സെക്കൻഡിൽ 146 നാളികേരം കൈകൊണ്ട് ബ്രേക്ക് ചെയ്ത് ജർമ്മൻകാരൻ്റെ പേരിൽ റെക്കോർഡ് എനിക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റി. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു സ്വാധീനം എന്നിൽ ചെലുത്തി എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 142 തേങ്ങ ബ്രേക്ക് ചെയ്യുമ്പോഴും എൻ്റെ കൈക്ക് ഒരു പരിക്ക് പോലും പറ്റിയില്ല എന്നുള്ളത് ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ ആലയം നമ്മൾ പരിശുദ്ധമായിട്ട് നോക്കുകയും നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ഉത്തരമായിട്ട് നമുക്ക് പല അച്ചീവ്മെൻറ്റ്സും കടന്നു വരും. നമ്മുടെ എല്ലാ ടാലൻറ്റുകളും പോളിഷ് ചെയ്ത് നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നതിൻ്റെ തെളിവാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഇത് എൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമാണ്. കാരണം 12 വയസ്സുള്ള ഒരു ബാലൻ എല്ലാം നഷ്ടപ്പെട്ട് നിരാശനായിട്ട് നിന്ന് അതിനുശേഷം ഒരുപാട് കല്ലും മുള്ളും നിറഞ്ഞ ജീവിത അനുഭവങ്ങളാണ് എനിക്ക്. പക്ഷേ ഈശോ നമ്മളെ കാണിച്ചു തന്നു അതാണ്. ഒരുപാട് വേദനകളുണ്ടെങ്കിലേ ഒരു ഉയർപ്പുള്ളൂ. ഈശോ നമ്മളെ കാണിച്ചു തന്ന ഒരു വഴി, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശയായിട്ട് നമ്മൾ കാണേണ്ടത്.